യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ കഴിഞ്ഞ ഒരു 40 വർഷത്തെ ഏറ്റവും കൂടുതലായി നിൽക്കുന്ന ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. അപ്പോൾ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. സർക്കാർ പക്ഷേ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുന്നു എന്നാണ്. ഏതാണ് ആ പുതിയ തൊഴിലുകൾ എന്ന് കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ അമിത്ഷായോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പക്കോട്ട ഉണ്ടാക്കലും തൊഴിലാണ്. അത് തൊഴിലല്ലേ, സർക്കാർ ജോലി മാത്രമാണോ തൊഴിലെന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടുതൽ അസംഘടിതവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഫോർമൽ സെക്ടറിൽ അല്ലാത്ത തൊഴിലുകളാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യമാണ്. ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊമാറ്റോ, ഊബർ, സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തികച്ചും ഫോർമൽ അല്ലാത്ത, ഔപചാരികമല്ലാത്ത തൊഴിൽ മേഖലകളാണ്. അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് കൂലിയില്ല, പിന്നെ അമിതമായ തൊഴിൽ സമയം അവർക്ക് അതിനുവേണ്ടി, അതായത് ഒരു ഏറ്റവും കുറഞ്ഞ ഒരു പട്ടിണി കിടക്കാൻ വേണ്ടി പോലും പണിയെടുക്കണമെങ്കിൽ ഒരു 10-14 മണിക്കൂർ അവർക്ക് ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് തൊഴിൽ സുരക്ഷയില്ല, മറ്റ് യാതൊരു തര ആനുകൂല്യങ്ങളും അവർക്കില്ല. അപ്പോൾ അത്തരം തൊഴിലുകൾ ചെയ്യുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരികയാണ്, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ അത് കൂടി വരികയാണ്. ഈ 17 ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതായത് ഈ 17 ആവശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതി, അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, നമുക്ക് മലയാളികൾക്ക് അടുത്തിടെ ഏറ്റവും പരിചയമുള്ളൊരു വാക്കാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം കൂട്ടാനും കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരാനും വേണ്ടി സർക്കാർ ചില നിയമങ്ങളിൽ ഇളവ് കൊടുക്കുകയാണ്. അങ്ങനെ നിയമങ്ങളിൽ ഇളവ് കൊടുക്കുമ്പോൾ ബാധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടമൃഗം എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. അതായത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുക, തൊഴിലാളികളെ ഇപ്പോൾ 100 തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനം, അവിടെ ലേ ഓഫ് നടത്തണമെങ്കിൽ മുമ്പ് എങ്ങനെയാണ്, സർക്കാരിൻ്റെ അനുമതി വേണമായിരുന്നു. സർക്കാരിൻ്റെ അനുമതിയോട് മാത്രമേ ആളുകൾ പിരിച്ചുവിടാൻ പറ്റൂ. ഇതത് 300 ഉയർത്തിയിരിക്കുന്നു. അതായത് തൊഴിൽ ക്ഷേമം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഭേദഗതികൾ, പരിഷ്കാരങ്ങളെല്ലാം തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ രാജ്യസഭയിൽ എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനിശ്ചിതമായി അതിനെ വിമർശിക്കുകയും പോസ്റ്റ് മോർട്ടം ചെയ്യുകയും ചെയ്തിരുന്നു. CPM-ൻ്റെയും CPI-യുടെയും ഭാഗത്തു നിന്നുള്ള മെമ്പർമാരത് നന്നായി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അത് നടപ്പാക്കി തുടങ്ങി, 2025 നടപ്പാക്കി തുടങ്ങും എന്ന് പറയുന്നു. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പാക്കുക. പക്ഷേ അത് രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലയെ വലിയ ഗുരുതരമായി ബാധിക്കും. ഒന്ന് തൊഴിലില്ലായ്മ പ്രശ്നം, ഒന്ന് ഈ പറയുന്ന ഇൻഫോർമൽ സെക്ടറിലെ വേണ്ടത്ര വേതനമില്ലാത്ത തൊഴിലാളികൾ, ഇങ്ങനെ തുടങ്ങി ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് കാലത്തെയും പോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ സമരം നടന്നപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ആളുകൾ ചിന്തിക്കുക, നാളത്തെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത ശ്രദ്ധിച്ചു നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ജനജീവിതം സ്തംഭിച്ചു എന്നായിരിക്കും. അതാണ് മാധ്യമങ്ങൾ പോലും അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഒരു സമരം നടന്നു കഴിഞ്ഞാൽ, ഹർത്താലോ ഭാരത് ബന്ധോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ജനജീവിതം സ്തംഭിച്ചു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജനങ്ങളിൽപ്പെട്ടതാണ് തൊഴിലാളികളും, അവരാണ് ഈ രാജ്യത്തെ റൺ ചെയ്യിക്കുന്നത്. ആ തൊഴിലാളികളില്ലെങ്കിൽ ഈ ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ സ്തംഭിക്കും. ആ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ തന്നെ സ്തംഭിക്കും. ഈ രാജ്യത്ത് മുന്നോട്ട് നയിക്കുന്നവരിൽ തൊഴിലാളികൾ വളരെ പ്രധാനപ്പെട്ട ഭാഗവാക്കുകളാണെന്ന് ചിന്തിക്കാതെ തൊഴിൽ സമരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു എന്ന കാര്യത്തിന് മാത്രം ഫോക്കസ് കൊടുക്കുന്നതിൽ ഒരു തൊഴിലാളി വിരുദ്ധതയുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ പ്രശ്നം ട്രേഡ് യൂണിയനുകൾ മാത്രം ഉയർത്തേണ്ടതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ട്രേഡ് യൂണിയനുകളെ കുറിച്ച് ഇപ്പോൾ മലയാളികൾക്കുള്ളൊരു പ്രശ്നം, നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് കേൾക്കുമ്പോൾ എന്താണ്, തൊഴിൽ സമരങ്ങൾ, ചുമട്ടുതൊഴിലാളികളുടെ ക്രൂരതകൾ, അതുപോലെ തൊഴിലാളി സമരങ്ങൾ മൂലം സംരംഭങ്ങൾ മുടങ്ങുന്നത്, സംരംഭകൻ ആത്മഹത്യ ചെയ്യുന്നത്, ഇത്തരം വാർത്തകളായിട്ട് നെഗറ്റീവ് ഷെയ്ഡിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് പൊതുവെ മാധ്യമങ്ങൾ. പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രത്യേകം പറയാൻ കാരണം, കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പേരിൽ കുറേ നിയമങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു, കേന്ദ്ര സർക്കാർ ചെയ്തതുപോലെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആദ്യം ഭേദഗതി ചെയ്യപ്പെട്ട നിയമങ്ങളിലൊന്ന് ചുമട്ടുതൊഴിലാളി നിയമമാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, വയനാട് ജില്ലയിലെ ഏതോ ഒരു സ്ഥലത്ത് നെസ്റ്റോ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റിൽ ചുമട്ട് തൊഴിലാളികൾ സമരം ചെയ്തൊരു സംഭവം ഓർമ്മയുണ്ടാവും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തൊഴിൽ ആവശ്യപ്പെടാൻ കഴിയാത്ത വിധം ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അന്ന് അതിനെതിരെ കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിരുന്നു സംസ്ഥാന സർക്കാരിനും പ്രധാനം. ഏതാണ്ട് അതിൻ്റെ ഒരു കുറേ കൂടി അഗ്രസീവായ പതിപ്പാണ് അവിടെ നടക്കുന്നത്. ഈ തൊഴിൽ നിയമ ഭേദഗതിയിലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സംസ്ഥാനങ്ങൾക്ക് ഈ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഉള്ള അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒന്നുകൂടിയാണ് ഈ നിയമങ്ങൾ. ഇതിനെ സെൻട്രലൈസ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ തൊഴിലാളി യൂണിയനുകൾ, തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല,
രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മാത്രം ശബ്ദമായിട്ട് അത് ഒതുങ്ങിപ്പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.